Yeah, if you don't have a UDID card or a disability certificate, card Niyamam അനുസരിച്ച് Pita will explain the law more. So RTE പ്രകാരം ആർക്കും admission നിഷേധിക്കാൻ പാടില്ല. Disability or no disability, you cannot say no to a child below 14 years of age. പക്ഷെ ഡിസബിലിറ്റി ഉണ്ടോന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്കൂളുകളും ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് ഇല്ല എന്ന് മാത്രമേ അതും പറയാൻ പറ്റില്ല. പ്രീത says at least 25%, 5% which is out of 100, 5 children അല്ലെ ഒരു ഡിവിഷൻ അത്രയും കുട്ടികൾ നിർബന്ധമാണ് in a school with disability. That is the mandate. അപ്പൊ അവര് നിഷേധിക്കുവാണ് എങ്കിൽ only thing that you need to do as a parent is ask for a written request. Written ആയിട്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നില്ല എന്ന് പറയും. പക്ഷെ അവർ എഴുതി തരുമോ? ജന്മം ഉണ്ടെങ്കിൽ തരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്കൂളിന്റെ എല്ലാ സ്കൂളുകൾക്കും ഇമെയിൽ ID ഉണ്ട്. ആ ഇമെയിൽ IDയിലേക്ക് മാർക്ക് CC ആർക്ക്? ഡിസബിലിറ്റി കമ്മീഷണർ. ഡിസബിലിറ്റി കമ്മീഷണർക്ക് നമുക്ക് തോന്നുന്നവർക്കൊക്കെ CC ഇടാം. അവർ വായിക്കുന്നുണ്ടോ ഇല്ലയോ ഡസന്റ് മാറ്റർ. ടു ചീഫ് മിനിസ്റ്റർ, ടു പ്രസിഡന്റ്, യു ഡു CC ടു എനിബഡി. യു ക്യാൻ പുട്ട് CC ടു ടുഗദർ വി ക്യാൻ. എന്നിട്ട് അതിൽ എഴുതണം വളരെ നല്ല ഭാഷയിൽ, ഷെയിമും ബ്ലെയിം ചെയ്ത് ഞാൻ നിങ്ങളുടെ സ്കൂളിൽ വന്നു, അടിപൊളി സ്കൂളാണ്, നല്ല ഇഷ്ടമായി, പക്ഷെ എനിക്ക് അഡ്മിഷൻ കിട്ടില്ല. നിങ്ങൾക്ക് അവർ പറഞ്ഞു കാണും, വേർബലി അവർ പറയും, അയ്യോ ഞങ്ങൾക്ക് ഇവിടെ ട്രെയിനിങ് ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഇവിടെ ടീച്ചേഴ്സ് ഇല്ല, നിങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ പോകും, അല്ലെങ്കിൽ നിങ്ങൾ വാട്ടെവർ എന്തെങ്കിലും റീസൺ. അവരെന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം നമ്മൾ എഴുതി വെച്ച് അങ്ങോട്ടേക്ക് അയക്കും. So which means you will send, like I did this for my son. എന്റെ കുട്ടിക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ I know he struggles with learning. അപ്പൊ ഒരു സ്കൂളിൽ ഇതേപോലെ 10th NIOS ആണ് പാസ്സായത്. സോ ഇപ്പൊ ഓഫ്കോഴ്സ് ഈസ് ഡൂയിങ് ഇറ്റ്. പക്ഷെ ആ സമയത്ത് ഇതേപോലെ ഒരു സ്കൂളിൽ ചെന്നപ്പോ അയ്യോ NIOS ആണോ, 10th NIOS ആണെങ്കിൽ 11th അവര് പറഞ്ഞു അഡ്മിഷൻ തരാൻ പറ്റില്ല. പക്ഷെ വാക്കാലെ അവര് പറഞ്ഞത് NIOS ചെയ്ത കുട്ടി ആയതുകൊണ്ട് തിരിച്ച് ഈ സിലബസിലേക്ക് പറ്റില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് പറ്റി? അവര് വേർബലി എന്റെ അടുത്ത് പറഞ്ഞത് അവരെന്തായാലും റിട്ടേൺ ആയിട്ട് എനിക്ക് തരില്ല. ഞാൻ അങ്ങോട്ട് നീട്ടിപ്പിടിച്ച ഒരു ലെറ്റർ എഴുതി, ഓ താങ്ക് യു വെരി മച്ച് ഫോർ ലെറ്റിംഗ് മീ നോ ദാറ്റ് NIOS പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾ അഡ്മിഷൻ നിഷേധിച്ചത്. I hope you know that ഇങ്ങനെ ഒരു ലോ ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ. I'm just letting you know if you would like to reconsider your decision എന്ന് പറഞ്ഞ് വളരെ നന്നായി അവരെ അടിച്ചു പൊക്കിയിട്ട്. പക്ഷെ ലോകത്തുള്ളവർക്കൊക്കെ ഞാൻ CC വെച്ചു. 10 മിനിറ്റ് എനിക്ക് കോഡ് വന്നു പ്രിൻസിപ്പളിന്റെ, മാഡം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അഫ്കോഴ്സ് എനിക്ക് തിരിച്ച് ആ സ്കൂളിലേക്ക് പോകണ്ടായിരുന്നു, എന്റെ മോന് വേറെ കിട്ടി, അത് വേറെ കാര്യം. പക്ഷെ അവരിനി രണ്ടാമതൊരു കുട്ടിയുടെ അടുത്ത് ചുമ്മാ ഇങ്ങനെ നിഷേധിച്ചാൽ അവർ 2 വട്ടം ആലോചിക്കും. നമുക്ക് അതല്ലേ നമ്മളുടെ ഇൻക്ലൂഷൻ വേണ്ടത്. സോ അവര് നമുക്ക് ഇമെയിൽ ചെയ്തില്ല എങ്കിൽ നമുക്ക് അവരവർക്ക് ഇമെയിൽ ചെയ്യാം. അവരെന്തൊക്കെയാണോ മീറ്റിംഗിൽ നിന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞത് അത് ഇമെയിൽ ചെയ്യാം. ഇനി ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഇമെയിൽ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതണോ, അതെങ്ങനെയാണ് ഈ ഷെയിം ലാംഗ്വേജ് ഇല്ലാതെ എഴുതണമെന്ന് സഹായം വേണമെങ്കിൽ ഫ്രീ ആയിട്ട് സഹായിക്കാം. ടുഗദർ വി ക്യാൻ ഇസ് ദേർ. ജസ്റ്റ് റൈറ്റ് ടു ടുഗദർ വി ക്യാൻ. നമുക്ക് എന്താ സംഭവം ഒന്നും നമ്മളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി. All of us can help you draft a nice email to the school saying, നമുക്ക് പക്ഷെ CC വെക്കണം. അപ്പൊ നമ്മൾ പറയും, അയ്യോ ഇത് കഷ്ടമായി പോയല്ലോ, ഇങ്ങനെയൊക്കെ ലോസ് ഉണ്ടെന്ന് സ്കൂളിൽ അറിഞ്ഞൂടായിരുന്നല്ലോ, അറിഞ്ഞൂടാ അല്ലേ, ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്, ഹൗ അബൌട്ട് വി ഹാവ് എ മീറ്റിംഗ്, നമുക്ക് എന്നൊന്നൊരു മീറ്റിംഗ് വെച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും വായിക്കും. അപ്പൊ അവർക്ക് ടുഗദർ വീക്കാൻ ആരാന്നേ അറിയാൻ പാടില്ല, പക്ഷെ ആരോ ആണെന്ന് അവർ വിചാരിക്കും. അത് മതി. ഇത് നമ്മൾ ആർക്കോ വേറെ CC ഇട്ടു, അവരാരോ വേറൊരു സ്ഥാപനം, അതായത് നമ്മൾ ആ സപ്പോർട്ട് ഗ്യാപ്പ് നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ടുഗദർ വീക്കാൻ എന്നുള്ള പേരും അത് തന്നെ. അപ്പൊ അവർ വിചാരിക്കും ടുഗദർ വീക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു 1500 പേരുണ്ട്, അറിയില്ല. പക്ഷെ വി ഹാവ് ടു ക്രിയേറ്റ് ആൻഡ് ബിൽഡ് ദാറ്റ് സപ്പോർട്ട് സിസ്റ്റം ആൻഡ് വി വിൽ കീപ് എൻഗേജിങ്. ഇത് ഡോക്യുമെന്റഡ് എവിഡൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ശരിക്കും അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എവിഡൻസ്. അവർ ഈ ഇമെയിലിൽ റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രീത പറയും, റിപ്ലൈ അവർ ഇങ്ങോട്ട് തരണം എന്നില്ല. ദാറ്റ് ഇസ് വാട്ട് ഐ എം സേയിങ്. എൻഗേജിങ് മീൻസ് അവര് തന്നെ എല്ലാം ഇങ്ങോട്ട് അയക്കണമെന്നില്ല. ബ്രിഡ്ജ് അങ്ങോട്ടേക്ക് ഇടിച്ചു തള്ളി എന്താ വേണ്ടെന്ന് വെച്ചാൽ അയക്കുക. ഷെയിം ചെയ്യണ്ട, ഷെയിം ചെയ്യാതെ അടി ഉണ്ടാക്കാതെ നമുക്ക് അയക്കാം. Okay, like how I must say Saraswati, my teacher, is here. So how she teaches me yoga. എനിക്ക് നല്ലതുപോലെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു കാലം.
അപ്പൊ സത്യ സാറില്ല മാഡം, അത് കുറച്ചുകൂടെ മതി. വളരെ സ്വീറ്റ് ആയിട്ട് പറഞ്ഞു ഒരിക്കൽ പോലും അഞ്ചിത് എത്ര വയസ്സായിട്ട് നത്തിങ്, വെരി സ്വീറ്റ്ലി. അപ്പൊ പതുക്കെ ഇന്ന് ഞാൻ ട്രെയിനിൽ വരുമ്പോ അപ്പർ ബർത്ത് കണ്ടപ്പോ ഞാൻ സരസ്വതിനെ ആലോചിച്ചു, കാലൊക്കെ പൊക്കി. സോ ദാറ്റ്സ് ഹൗ ഷീ ഇൻക്ലൂഡഡ് മൈ ഡിസബിലിറ്റി ഓർ മൈ ഇൻഎബിലിറ്റി വിതൗട്ട് ഷെയ്മിങ് മീ, വിതൗട്ട് ബ്ലെയിമിങ് മീ. അത് കാരണം എനിക്കിപ്പോ ചമരം പഠിപ്പിക്കാൻ പറ്റും, സ്പോട്ട് ചെയ്യാൻ പറ്റും. സൂര്യ നമസ്കാരം വരെ വെറും 15 ക്ലാസ് കൊണ്ട് എന്നെ പഠിച്ചെടുത്തു. സോ വാട്ട് ഐ എം സീയിങ് ഇസ് ഹൗ, പക്ഷെ സരസ്വതിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. സരസ്വതി ഇതെനിക്ക് പറ്റില്ല, ഇവിടെ വേദനയുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ മിണ്ടാതെ സരസ്വതിക്ക് എല്ലാം അറിയാലോ, ടീച്ചർ അല്ലേ എന്ന് പറഞ്ഞിരുന്നില്ലെങ്കിൽ, നോ, ഐ ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ടു ഷെയർ. എനിക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിഡ്ജ് ഇട്ടു. അപ്പോഴാണ് ആ പ്രോഗ്രാം വരുന്നത്. സെയിം തിങ് വിത്ത് സ്കൂളിംഗ് സിസ്റ്റം ആസ് എ സ്റ്റുഡന്റ്. ഇപ്പൊ ഇവിടെ ഞാൻ സ്റ്റുഡന്റ്, എനിക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് നമ്മുടെ മക്കൾക്ക് അത് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ വി ബിക്കം ദ വോയിസ് of our children and speak for our children and engage with the system. Okay, so I think Razina, Baki, I think Preeta should be able to say. All right, so thank you very much again.